അങ്ങനെ ഒരുപാട് നേരം നീണ്ടുനിന്ന നാടകത്തിനൊടുവിൽ, മത്സരങ്ങൾക്കൊടുവിൽ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് പവർ ടീം. അവരുടെ ശക്തമായ ഗെയിം പ്ലാനിനകത്ത് ഗബ്രിയും ജാസ്മിനും വീണിരിക്കുന്നു. അവർ തന്നെ സമ്മതിച്ചിരിക്കുന്നു, അവർ തമ്മിൽ യാതൊരു അറ്റാച്ച്മെൻറ്റുമില്ല, ഇതെല്ലാം തങ്ങളുടെ നാടകമാണെന്ന രീതിയിൽ അത് പുറത്തു വന്നിരിക്കുന്നു. ജാസ്മിൻ ഒരു ആവശ്യം പറയുന്നു, ഗബ്രി ഒരു തെറ്റ് ചെയ്തു. ജിൻഡോയ്ക്കെതിരെ ശക്തമായ മോശപ്പെട്ട ആരോപണങ്ങൾ നമ്മുടെ ഗബ്രി പുറത്തു പറയുന്നു. അതിന് മാപ്പ് പറയണമെന്ന് പവർ ടീം പറയുന്നു. പക്ഷേ ഗബ്രി അത് പറയാൻ ശരിയാകുന്നില്ല. ജാസ്മിന് റൂമിന് പുറത്തു പോകേണ്ട അത്യാവശ്യമുണ്ടായിട്ടും ജാസ്മിന് വേണ്ടി അത് ചെയ്യാൻ ഗബ്രി തയ്യാറായില്ല. ജാസ്മിനേക്കാൾ മുകളിലാണ് തൻ്റെ ഈഗോ എന്ന് ഗബ്രി കാണിച്ചിരിക്കുന്നു. 24 മണിക്കൂറും ഗബ്രി പറയാറുണ്ട്, ജാസ്മിൻ്റെ അച്ഛനാണ്, അമ്മയാണ്, സഹോദരനാണ്, ഭർത്താവാണ്, ഭാര്യയാണ്, കാമുകനാണ്, കാമുകിയാണ് താനെന്നൊക്കെ. അതെല്ലാം കള്ളമാണെന്നും 4 വോട്ടിനു വേണ്ടി പ്രേക്ഷകരെ നാടകം കളിച്ച് പറ്റിക്കുകയായിരുന്നു ജാസ്മിനും ഗബ്രിയുമെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇന്ന് പവർ ടീമിൻ്റെ അവരുടെ ശക്തമായ നിലപാട് കൊണ്ടും ഗെയിം കൊണ്ടും. ആ ഗെയിമിൽ ഇവർ പോയി വീഴുകയും നിലവിൽ അവർ സമ്മതിക്കുകയും ഗബ്രിയും ജാസ്മിനും യഥാർത്ഥ മുഖം പുറത്തു വന്നിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. പവർ ടീം വെൽഡൻ ഗെയിമാണ് കളിച്ചിരിക്കുന്നത്. ഗബ്രിയുടെ മുഖം, ജാസ്മിൻ്റെ മുഖം പുറത്തു കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിരിക്കുന്നു. അവരവിടെ കാണിക്കുന്നത് നല്ല അസൽ ഡ്രാമയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അവർ തമ്മിൽ യാതൊരു അറ്റാച്ച്മെൻറ്റുമില്ല എന്ന് അവർ തന്നെ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു. അത് പുറത്തു വന്നിരിക്കുന്നു.